ജോലിയുടെ ഇടവേളയിൽ ചായ കുടിക്കാൻ പുറത്തിറങ്ങിയപ്പോഴാണ് മരത്തണലിൽ ഒതുങ്ങി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടത്. അവൾ മുഖമുയർത്തി ആരെയോ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഞങ്ങളുടെ നോട്ടം കണ്ടുമുട്ടി. ഈശ്വര, സേറ, ഇവളിവിടെ? പതിയെ അവിടെ അരികിലേക്ക് നടന്നു. സേറെന്താ ഇവിടെ? എത്ര നാളായി കണ്ടിട്ട്? എൻ്റെ ചോദ്യത്തിനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടുത്തെ അശോക് സാറിൻ്റെ വൈഫാണ്. ആണോ? എന്നിട്ട്? ഞാൻ പറഞ്ഞു മുഴുമിക്ക് മുമ്പേ സാറിൻ്റെ വണ്ടി വന്നു. അതിലേക്ക് നോക്കി അവൾ വേഗം ഓടിക്കയറി ഒരു പുഞ്ചിരി ബാക്കി വെച്ചു. ഇവളിവിടെ ഈ നഗരത്തിലുള്ള താൻ അറിഞ്ഞില്ലല്ലോ. അവളുടെ കല്യാണം കഴിഞ്ഞുവെന്ന് ഒരിക്കൽ മുതലാളിയെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. സേറ, വെള്ളാരങ്ങണകളും ചുരുണ്ട മുടിയും ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയുമുള്ള ഒരു പൂമ്പാറ്റ പെണ്ണ്. പക്ഷേ ഇന്ന് ഞാൻ കണ്ടത് അവളുടെ നിഴൽ മാത്രമാണ്. അവളുടെ പ്രസരിപ്പൊക്കെ എവിടെ പോയി? ചിരിക്കുമ്പോൾ തെളിയുന്ന ആ നുണക്കുഴി മാത്രം, വ്യത്യാസമില്ല. എന്നെ മേടെന്ന് വിളിക്കേണ്ട കണ്ണ, സേറ അങ്ങനെ വിളിച്ചോളൂ, നല്ല പേരല്ലേ? വെള്ളാരം കണ്ണ് ചിമ്മി അവൾ പറയുന്ന ഞാൻ ഓർത്തുപോയി. വീട്ടിലെ പ്രാരാബ്ദം കാരണം +2 പാസ്സായി ഡ്രൈവറായി ജോലി നോക്കുമ്പോഴാണ് ശേഖർ മുതലാളിയുടെ ഡ്രൈവറായി ജോലി കിട്ടുന്നത്. അവിടെ വെച്ചാണ് ഞാൻ സേറയെ കാണുന്നത്. നിറഞ്ഞ ചിരിയോടെ ഓടി നടക്കുന്ന ഒരു മാലാഖ, ശേഖർ മുതലാളിയുടെ ഏക പെൺതരി. അവളുടെ കൂടെയുള്ള എല്ലാ യാത്രകളും എനിക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു. ഒരിക്കൽ പോലും ആരിൽ നിന്ന് എന്നെ ഡ്രൈവിംഗ് ജീവിതത്തിൽ കിട്ടാത്തൊരു പരിഗണന അവളിൽ നിന്നും കിട്ടിയിരുന്നു. മാഡം എന്ന് വിളിച്ച് എന്നെ സേറ എന്ന അവളുടെ പേര് വിളിപ്പിച്ചു. ഒരിക്കൽ ദൂരെടുത്ത് പരീക്ഷയിൽ തിരിച്ചു വരുന്നതിനിടെ തന്നെയും ഭക്ഷണം കഴിക്കാൻ ഒപ്പം വിളിച്ചത്, മടിച്ചു നിന്ന് തന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചത്. അങ്ങനെ അവളോട് തനിക്ക് വളരെ അടുപ്പം തോന്നിയിരുന്നു, തൻ്റെ പ്രിയപ്പെട്ട ആരെയോ പോലെ. മൊബൈലിൻ്റെ വൈബ്രേഷൻ ചിന്തകൾക്ക് വിരാമം ഇട്ടു വേഗം അകത്തേക്ക് നടന്നു. അവളുടെ ചിന്തകൾ മറന്നു. 2 ദിവസത്തിന് ശേഷമാണ് ആരോ പറഞ്ഞു കേട്ടത്, അശോകിൻ്റെ വൈഫ് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്രേ, ഹോസ്പിറ്റലാണെന്ന്. ഈശ്വര, കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ നിന്നു. ഹോസ്പിറ്റൽ പോകണോ വേണ്ടയോ? പോവാതിരുന്നാൽ എങ്ങനെയാണ്? പോവാൻ മാത്രം താൻ ആരാണ്? വെറും ഡ്രൈവർ. അശോക് സാർ എന്ത് കരുതും? പക്ഷെ അവൾക്ക് എന്തു പറ്റിയതാവും? അശോക് സാർ ഡ്യൂട്ടിക്ക് വന്ന കണ്ടു. അവൾക്കപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഡിസ്ചാർജായി കാണും. സാറിനോട് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, സാറിൻ്റെ ഡ്രൈവറായ മഹിയോട് ചോദിക്കാം. മനസ്സ് സമ്മതിക്കുന്നില്ല. വെറുതെ അവളെക്കുറിച്ച് അറിയണം, അല്ലാതെ ഒരു സമാധാനമില്ല. മഹിയുടെ അടുത്ത് ചെന്ന് ചായ കുടിക്കാൻ വിളിച്ചു. ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കുകയും വീട്ടുകാരും ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. പതിയെ അവളെ പറ്റി അവനോട് ചോദിച്ചു. ആ കൊച്ചു ഹോസ്പിറ്റലാണോടാ, അത്യാവശ്യം നല്ലപോലെ ബ്ലഡ് പോയിട്ടുണ്ട്, ഞരമ്പ് മുറിച്ചതാ. ഞാനും സാറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിന് കുറച്ച് മാനസികമുണ്ടെന്നാണ് തോന്നുന്നത്. അതാരോടും അധികം മിണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. പാവാ അശോക് സാർ. അവൻ പറഞ്ഞ വാക്കിൽ ഞാൻ തറഞ്ഞുപോയി. ആത്മഹത്യ ചെയ്യാൻ മാത്രം അവൾക്ക് എന്താണ് ഇത്രയും വിഷമം? ഹാഫ് ഡേ ലീവ് എടുത്ത് ഹോസ്പിറ്റലിൽ നടന്നപ്പോൾ മനസ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രമാത്രം വിഷമിക്കാൻ അവൾ തൻ്റെ ആരാണ്? അറിയില്ല, പക്ഷെ അവളെ ഒന്ന് കാണണം. ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്ത് പ്രചോദനത്തിലാണ് അങ്ങനെ ചെയ്ത്? ഈ ഒരവസ്ഥയിൽ തൻ്റെ സാന്നിധ്യം അവൾക്ക് എങ്ങനെ തോന്നും? അതിന് മാത്രം താൻ അവിടെ ആരാണ്? റിസപ്ഷനിൽ നിന്നും പറഞ്ഞ മുറി ലക്ഷ്യമാക്കി നടന്നപ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരുന്നു. മുറിയുടെ വാതിൽ തട്ടി കാത്തിരുന്നു. വാതിൽ തുറന്ന് അല്പം പ്രായം ചെയ്യുന്ന സ്ത്രീ സംശയത്തോടെ ചൂഴി നോക്കിക്കൊണ്ട് ചോദിച്ചു, ആരാ? സേറ, അവളെ കാണാൻ. വരാൻ അവർ ആംഗ്യം കാണിച്ചു. കട്ടിലിൻ്റെ അരികത്തൊരു കുഞ്ഞിനെ പോലിറങ്ങുന്ന സേറ തൻ്റെ സാമീപ്യം മനസ്സിലാക്കിയെന്നോണം എണീറ്റു. ഒട്ടും പ്രതീക്ഷയാതെ തന്നെ കണ്ടുകൊണ്ടായിരിക്കും കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പിന്നെ ചോദിച്ചു, എന്താ കണ്ണ നീ ഇവിടെ? അത് എൻ്റെ ഫ്രണ്ടിനൊരു ആക്സിഡന്റ്, അപ്പോൾ സേറ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അപ്പോൾ കാണാമെന്ന് ഓർത്തു. അവളെ കാണാമെന്നാണെന്ന് പറയാൻ എനിക്കെന്തോ തോന്നിയില്ല. എന്താ കൊച്ചേ ഇതൊക്കെ? വാത്സല്യത്തോടെ അവളോട് ഞാൻ ചോദിച്ചു. ഒരിക്കൽ തൻ്റെ കഷ്ടപ്പാട് കാരണം ചത്താൽ മതിയെന്ന് പറഞ്ഞു കേട്ട് തന്നെ വഴക്ക് പറഞ്ഞ സേറയെ ഓർമ്മ വന്നു. ഒക്കെ ശരിയാവുമെന്ന് ഇന്ന് പോസിറ്റീവായി പറയുന്നവൾ ഇന്ന് ഈ അവസ്ഥയിൽ. അശോകിനോട് പറഞ്ഞിട്ടാണോ എന്നെ കാണാമെന്നേ? അവളുടെ ശബ്ദം എൻ്റെ ചിന്തയിൽ നുണർത്തി. ശേഖർ മുതലാളി അറിഞ്ഞില്ലേ? അറിയില്ല. ഒഴുക്കൻ മട്ടിയുള്ള മറുപടി എന്നെ അതിശയപ്പെടുത്തി. കുറച്ചു നേരം അവൾ ഇരുന്നു. എന്താ പറയേണ്ടത്? മൗനം, വല്ലാത്ത മൗനം. കണ്ണിന് സുഖമാണോ? ഏറെ നേരത്തെ മൗനം മുടിച്ച അവളാണ്. അതെ, കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് അറിഞ്ഞിരുന്നു, വരാൻ പറ്റിയില്ല. രാജി എപ്പോഴും കൊച്ചിൻ്റെ കാര്യം പറയും. അവൾക്ക് ഫീസ് കൊടുത്ത് എത്ര തവണ കൊച്ചി സഹായിച്ചിരിക്കുന്നു. അവളിപ്പോൾ നഴ്സാ. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. എല്ലാവർക്കും സഹായം മാത്രം ചെയ്തവൾ, മനോഹരമായി പുഞ്ചിരിക്കുന്നവൾ. അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു രാജി, തൻ്റെ അനിയത്തി. എന്തിനാ കൊച്ചി ഇത് ചെയ്തേ? ഞാൻ വീണ്ടും ചോദിച്ചു. മരിക്കാൻ, അവൾ ഉറച്ചു പറഞ്ഞു. പക്ഷെ ഇതൊരുമാതിരി നാണക്കേടായി. ചത്തില്ല, ചാകാൻ അയാൾ വിടില്ലല്ലോ, ഇഞ്ചിഞ്ചായി കൊല്ലണം. എലി പൂച്ചയെ കളിപ്പിക്കും പോലെ. എങ്ങോട്ടോ നോക്കിയാണ് മറുപടി. ആര്? എന്തിന്? അശോക് സാറാണ് അതോ മറ്റാരെങ്കിലും? ചോദ്യം തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു. പെട്ടെന്ന് അവളുടെ വലത് കൈ തൻ്റെ കൈ കൊണ്ട് മുറുകെ പിടിച്ചു.
അവൾ ഞെട്ടി എന്നെ നോക്കി. ഒരു നിമിഷം അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ. അവളൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ഇത്തവണ മനോഹരമായ പുഞ്ചിരിക്ക് പകരം അവിടെ തെളിഞ്ഞാണ്ട് പരിഹാസമായിരുന്നു. അല്പം ഉറക്കെയാണ് പറഞ്ഞത്. ആ വയസ്സായ സ്ത്രീ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിശബ്ദനായി. അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മറ്റെങ്ങോ എഴുന്നട്ടിരുന്നു. സേറ, കൊച്ചിനിങ്ങനെ കാണുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്താ പ്രശ്നം പറ. ഏതായാലും നീ മരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ കാരണം പറയൂ. നിന്നെ മരിക്കാൻ ഞാൻ സഹായിക്കാം. എന്തേ? ഒരധികാര സ്വരത്തിൽ ഞാൻ പറഞ്ഞു. ഒട്ടൊരു കൗതുകത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നവൾ. ഞാൻ ആ വയസ്സായ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പോയി കാപ്പി വാങ്ങി വരാം. അവർ പിൻവാങ്ങി. പക്ഷെ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവൾ തെളിയ സംശയത്തോടെ എന്നെ നോക്കി. പിന്നെ പറഞ്ഞു തുടങ്ങി. ഡിഗ്രി അവസാന വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അശോകിൻ്റെ ആലോചന വന്നത്. അച്ഛൻ്റെ ബിസിനസ് പാർട്ണറുടെ മകൻ, സുന്ദരൻ, വെൽ സെറ്റിൽഡ്. കല്യാണം കഴിഞ്ഞും പഠിപ്പിക്കാമെന്ന വാഗ്ദാനം. കല്യാണം ഉറപ്പിച്ചു. അന്നൊക്കെ എന്നോട് അശോക് സംസാരം വളരെ കുറവായിരുന്നു. ഞാൻ സൂചിപ്പിച്ചപ്പോൾ ദൈവഭയമുള്ളവനാണെന്ന് അമ്മയും അച്ഛനും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഞാനും അങ്ങനെ കരുതി. അല്ലാതെ മാർഗമില്ലായിരുന്നു. അച്ഛന് വന്ന കടബാധ്യത വീട്ടാൻ സഹായിച്ച സുഹൃത്തിനുള്ള കടപ്പാട്. എൻ്റെ അഭിപ്രായം ആർക്കും അറിയേണ്ടായിരുന്നു. കെട്ടുകഴിഞ്ഞ് അന്ന് തുടങ്ങി എനിക്ക് മനസ്സിലായി ഞാനൊരു ചെകുത്താൻ്റെ ഭാര്യയാണെന്ന്. ആരോടൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്മ പറഞ്ഞൊക്കെ സഹിക്കാൻ, ക്ഷമിക്കാൻ, പെണ്ണ് വിചാരിച്ചാൽ എല്ലാം മാറ്റിയെടുക്കാമെന്ന് അല്പം പരിഹാസത്തോടെ അവൾ പറഞ്ഞു നിർത്തി. പക്ഷേ അന്ന് ആ ദിവസം, അയാളുടെ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന ദിവസം, അവരെന്നെ അയാളുടെ ഒപ്പം ഒരു കല്യാണത്തിന് പോകാൻ നിർബന്ധിച്ചു. തിരികെ വരും വഴി എൻ്റെ ഒരു ആൺസുഹൃത്തിനെ കണ്ടു. അവനെന്നോട് മിണ്ടിയതിന് അച്ഛനും അമ്മയും പോയപ്പോൾ എന്നെ 2 ദിവസം വീട്ടിൽ പൂട്ടിയിട്ടു. കണ്ടോ, അന്ന് കിട്ടിയതായത്. അവൾ ഏങ്ങിക്കരയാൻ തുടങ്ങി. കയ്യിൽ തോളിനോട് ചേർന്ന് കരുവാളിച്ചൊരു പാട്. ഇതുപോലെ പുറത്ത് പറയാൻ പറ്റാത്തതും പറ്റുന്നതുമായ എത്രയെത്ര മുറിവുകൾ അവളുടെ ഈ ചെറുപ്രായത്തിനുള്ളിൽ അവൾക്കുണ്ടായിട്ടുണ്ടാവുമെന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അവളുടെ ശരീരം അത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവൾ തുടർന്നു. എൻ്റെ വീട്ടിൽ തിരിച്ചു പോകാൻ എന്നെ കാത്തിരുന്ന എൻ്റെ അമ്മയുടെ മരണവാർത്തയായിരുന്നു. തിരികെ വീട്ടിൽ പോകാൻ എനിക്ക് ആരുമില്ല. എൻ്റെ വീട് എനിക്ക് അന്യമായെന്ന് അമ്മയുടെ മരണം എന്നെ ഓർമ്മപ്പെടുത്തി. അച്ഛന് ചേട്ടൻ പറയുന്നതാണ് വാക്ക്. ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലരുതെന്ന് താക്കീതായിരുന്നു. നാത്തുവിൻ്റെ കുത്തുവാക്ക്. അശോകനെ രക്ഷപ്പെടുത്തില്ല, കൊല്ലുകയുമില്ല. അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിയാതിരിക്കാനുള്ള ഒരു മറ. അതാണ് അവന് ഞാൻ. ഒരു കിതപ്പോടെ അവൾ പറഞ്ഞു നിർത്തി. സംശയത്തോടെ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഹീസ് എ ഗേ. പക്ഷേ അന്തസ്സായി തുറന്നു പറയാനുള്ള ഭയം. എന്നെ ഒന്ന് രക്ഷിക്കോ കണ്ണ, പ്ലീസ്. അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ഞാനും കരഞ്ഞു. എന്തിനാണ് അവളുടെ കൂടെ ഞാൻ വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് കതക് തുറന്ന ആ സ്ത്രീ കയറി വന്നു. ഞാൻ കണ്ണു തുടച്ചു. അവളും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു നിമിഷം അവളെ ചേർത്ത് പിടിച്ചു. ഇനി നിനക്ക് ഞാനുണ്ട്. ആ ചെകുത്താൻ ചെയ്ത തെറ്റിന് നീ എന്തിനു അറിയിക്കണം? നിനക്ക് ഞാനുണ്ട്. ഒരാവേശത്തിൽ പറഞ്ഞു നിർത്തിയെങ്കിലും എങ്ങനെയെന്ന് എനിക്കൊരു രൂപമില്ലായിരുന്നു. അല്പനേരം എൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർത്തു. ഞാൻ അവളെ മുറുകെ പിടിച്ചിരുന്നു, ഒരു ഉറപ്പോടെ. ഹോസ്പിറ്റലിൽ അവൾക്ക് ഭക്ഷണം വാങ്ങി നൽകി. നാളെ വരും, നിന്നെ കൊണ്ടുപോകാം. എൻ്റെ കൂടെ വരാൻ നിനക്ക് ഭയമുണ്ടോ? ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ചോദിച്ച്. അവളൊന്ന് നോക്കി. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് ഭയക്കാനാണ്? പക്ഷേ ഞാൻ കണ്ണൻ്റെ കൂടെ വന്ന അയാൾ എന്നെ വെറുതെ വിടില്ല. കണ്ണനെ മാത്രമല്ല, തൻ്റെ വീട്ടുകാർ അവരെന്തു പറയും? അതൊക്കെ പിന്നെ, നീ ആദ്യം അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും, ബാക്കിയൊക്കെ പിന്നെ. അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും എൻ്റെ ഉള്ളം പിടക്കുകയായിരുന്നു. സാധാരണക്കാരനായി എനിക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റുമോ? പക്ഷെ അവളെ ഇവിടെ ആ ചെന്നായിക്ക് എറിഞ്ഞു കൊടുക്കാനാവുന്നില്ല. അവളോട് യാത്ര പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. നേരെ പോയത് വീട്ടിലേക്കായിരുന്നു. ഉറക്കം വരാതെ കിടന്നു. നാളെ എന്താവുമെന്നായിരുന്നു ചിന്ത മുഴുവൻ. എന്താടാ പ്രശ്നം? തൻ്റെ സങ്കടം കണ്ടാണ് അമ്മ ചോദിച്ചത്. അമ്മയോടെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞ് അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് നേരിടാമെന്ന്. ആ ധൈര്യത്തിലാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അവളുടെ മുഖത്ത് ഭയം നെള്ളിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ വാക്കായിരുന്നു എൻ്റെ ധൈര്യം. വീട്ടിലേക്കുള്ള യാത്രയിൽ ഭയത്തോടെ എൻ്റെ നെഞ്ചിൽ ചേർന്ന് ഓട്ടോയുടെ പിറകിൽ അവൾ ഇരുന്നു. പുറത്ത് ചാറ്റൽ മഴ പെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കാറും കോളുമായിരുന്നു. വീട്ടിലെത്തിയത് അമ്മ ഓടിയെത്തി. പേടിക്കേണ്ട മോളെ, കയറി വാ. അമ്മയുടെ കൂടെ അവൾ അകത്തേക്ക് നടന്നു. ഈശ്വര, അശോക് സാർ. ആ ഓർമ്മ എന്നെ അവളെ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ അമ്മയ്ക്കോ രാജി വീട്ടിലെത്തിയ പോലെ സന്തോഷവും. അമ്മയ്ക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്ന് എനിക്ക് അത്ഭുതം തോന്നി. അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിൽ അശോക് അവളുടെ അച്ഛനും ഏട്ടനും എത്തിയിരുന്നു. ഇറങ്ങിച്ചെന്ന് എന്റെ കോളിൽ പിടിച്ച് അവളുടെ ചേട്ടൻ ആക്രോശിച്ചു. എന്റെ പെങ്ങൾ തന്നെ വേണമല്ലോ നിനക്ക്. പിന്നെ അവളെ പിടിച്ചു മാറ്റി കവിളിൽ ആഞ്ഞടിച്ചു. ഒന്ന് വേച്ചു പോയി അവളെ പിടിച്ചു മാറ്റി ഞാൻ. അതിനു മുമ്പേ തന്നെ അവന്റെ കവിളിൽ എന്റെ അമ്മയുടെ അടി വീണിരുന്നു. നീ ആരാണെങ്കിലേ ഇവളുടെ അല്ല, ആ നിൽക്കുന്നവനല്ലേ അവളുടെ കെട്ടിയൻ. അവന്റെ മുഖത്തിട്ടാ ഒന്ന് കൊടുക്കേണ്ടത്. ഒരേട്ടം വന്നിരിക്കുന്നു.
ഇനി ഇവിടെ വന്ന ആരെങ്കിലും ബഹളം ഉണ്ടാക്കിയാ ഞാൻ പോലീസിൽ വിളിക്കും. എറിക്കല്ല എന്റെ മുറ്റത്തു നിന്ന്. മറ്റൊരു തന്റെ ഭാര്യയെ തട്ടിയെടുത്ത് നിന്ന് കുരക്കുന്നതല്ലേ? കൊള്ളാം, മോന് സപ്പോർട്ട്. ഞാൻ വെച്ചെങ്കിലൊന്നിനെയും. അശോകിന്റെ ശബ്ദമുയർന്നു. പേടിപ്പിക്കല്ലേ മോനെ, ഇവളല്ല നീയാ പേടിക്കണ്ട്. ഇനി നീ പുറലോകം കാണാൻ കുറച്ച് പാടുപെടും. നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിനൊക്കെ ഇവള് നിന്നെ അഴിയണിക്കും. പിന്നെ ഇവൾക്ക് കൊടുത്ത സ്ത്രീധനം എല്ലാ അണുവീണ പൈസ ഇവിടെ കൊടുത്തോണം. വേണ്ട, വാങ്ങാൻ ഇവൾക്ക് അറിയാം. നാളെ തന്നെ കേസ് ഫയൽ ചെയ്യും ഇവള്. പിന്നെ ശേഖര മുതലാളി, ഇവൾക്ക് വേണ്ടുന്നവരെ ഇവൾക്ക് ആംഗ്ലായിട്ട് ഇവനുണ്ടാവും, അമ്മയായിട്ട് ഞാനും കൂടെ ഉണ്ടാവും. ഏട്ടനാകാൻ ഒരു അമ്മയുടെ മക്കളാവേണ്ട കാര്യമില്ല. മുതലാളിക്കുള്ള കാണാൻ തോന്നിയാ ഇവിടെ വരാം, കാണാം. അല്ലാതെ അവളെ ഇനി ശല്യപ്പെടുത്താൻ ആരും വന്നു പോരുത്, അല്ലേ മോളെ? അമ്മ പറഞ്ഞു നിർത്തി അവളെ നോക്കി. അതെ, അച്ഛൻ്റെ മനസ്സിൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഏട്ടാ, കോട് പറക്കാത്ത എൻ്റെ ഏട്ടനെ പോലെ അല്ലെങ്കിലും എവിടെയെങ്കിലും പോയി ഞാനും ജീവിച്ചോട്ടെ. അവളുടെ അച്ഛൻ്റെ മനസ്സ് അവളുടെ കൂടെയാണെന്ന് ആ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. അശോകിന്റെ കാറ് ദൂരേക്ക് അകന്നുപോയി. അമ്മയുടെ നോട്ടം കണ്ട് നാട്ടുകാരും. അമ്മയുടെ ഇങ്ങനത്തെ ഒരു ഭാവം ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ആളും ആരവും ഒഴിഞ്ഞപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ധൈര്യം എങ്ങനെ കിട്ടി? നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ തൊട്ട് ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ മനസ്സിലായി, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണിനെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു. അവിടുന്ന് ഇത്രയും നാൾ ജീവിച്ചല്ലടാ. ഒറ്റക്കാകുന്ന പെണ്ണിന്റെ വേദന എനിക്കറിയാം. പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു നിർത്തി. ആ കണ്ണ് നനഞ്ഞിരുന്നു. അമ്മ പോയ വഴിയെ ഞാൻ നോക്കി നിന്നു. ഇത്രയും കനൽ അമ്മ കൊണ്ടു നടന്ന് താൻ മനസ്സിലാക്കിയില്ല. അല്ലെങ്കിലും അമ്മ മനസ്സ് അങ്ങനെയാണ്. അമ്മയോട് ഒരുപാട് ബഹുമാനം തോന്നി. മനസ്സിന്റെ ഭാരം നീങ്ങി. അവൾക്ക് വേദനിച്ചപ്പോൾ എനിക്ക് വേദനിച്ചെന്തെന്ന് എനിക്ക് മനസ്സിലായി. അവൾ എനിക്ക് എൻ്റെ പെങ്ങൾ തന്നെയാണ്, കൂടെ പിറക്കാതെ പെങ്ങളൂട്ടി. ഇനി അവൾക്ക് പറക്കാൻ ആകാശമുണ്ട് ഒരുപാട്. അവൾക്ക് തോന്നുമ്പോൾ അവൾ മറ്റൊരു വധുവാവട്ടെ. ഇപ്പം അവളുടെ മുറിവുകൾ ഉണങ്ങട്ടെ. വൈകിട്ട് അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ ചായ കുടിക്കുമ്പോൾ ഗാർഹിക പീഡനം പെൺകുട്ടി മരിച്ചു എന്ന വാർത്ത ടിവിയിൽ കണ്ടു. ഒരു നിമിഷം എൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. ഒറ്റപ്പെടുന്ന പെൺജീവിതത്തിൽ ഒരു കൈത്താങ്ങാവാൻ ഒരു നല്ല അമ്മയുടെ മകനായാൽ മാത്രം മതിയെന്ന് എനിക്കറിയാം. അതുമതി സ്വന്തം ഇണയെ സ്നേഹിക്കാനും.